ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമാണ് അച്ചമ്മയ്ക്ക്. എല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം. പക്ഷെ ചന്ദ്രയ്ക്ക് ഒട്ടും അങ്ങോട്ട് ദഹിക്കുന്നില്ല കേട്ടോ. കഴിക്കുന്നേ ഉള്ളൂ, ദഹിക്കുന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ രേവതി ഡൈനിങ് ടേബിളിൽ വന്നിരിപ്പുണ്ട് സച്ചിയുടെ അടുത്ത്. എങ്ങനെ ദഹിക്കാനല്ലേ. ഏതായാലും അച്ചമ്മ വന്നതുകൊണ്ട് നമുക്കൊക്കെ ആ ഒരു കാഴ്ച കാണാൻ പറ്റി. രേവതിയും സച്ചിയും ഒരുമിച്ചിരുന്ന് ആ ഒരു ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ അച്ചമ്മ പറഞ്ഞു, ചന്ദ്രേ, നീ പറയുന്നതിൽ ഒരു കാര്യമില്ല. അതെ, നീ പറഞ്ഞില്ലേ ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്കും വിശാലമായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം അങ്ങോട്ട് ഇറങ്ങുന്നില്ല എന്നൊക്കെ. ഇടി, ഒരുമയുണ്ടേ ഓലക്കപ്പുറത്തും കിടക്കാന്ന് നീ കേട്ടിട്ടില്ലേ? പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നടി. ഇപ്പൊ എങ്ങനെയാ, ഓരോ മരുമക്കള് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബം അങ്ങോട്ട് രണ്ടായിട്ട് മുറിച്ചോണ്ട് പോവുമല്ലേ. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ പോട്ടെ. മോളെ രേവതി, നീ കഴിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അല്ല മോളെ വർഷേ, മോക്ക് കഴിക്കാൻ പറ്റണുണ്ടോ? മോക്ക് കഴിക്കാൻ പറ്റണില്ലെങ്കിലേ മോൾ ഒരു കാര്യം ചെയ്യ, റൂമിൽ പോയിരുന്ന് കഴിക്കാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, അതെന്താ ആന്റി അങ്ങനെ പറഞ്ഞത്? എനിക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്നുണ്ട്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, അച്ചമ്മ വന്നതുകൊണ്ടാ ഈ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത്. ദേ, ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കൂട്ടുകാരുമായിട്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ റിലേറ്റീവ്സ് ആയിട്ട് ഒരുമിച്ചിരുന്ന് ഇരുന്ന് കഴിച്ചിട്ടില്ലെന്നേ. ഞാൻ ഒറ്റ മോളാന്ന് അച്ചമ്മയ്ക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ എന്തോ ഞാൻ എപ്പോഴെങ്കിലും വരും കഴിക്കും, അച്ഛനും എപ്പോഴെങ്കിലും വരും കഴിക്കും, അമ്മയും എപ്പോഴെങ്കിലും വരും കഴിക്കും. അല്ലാതെ ഇതുപോലെ ഒരുമിച്ച് വർത്താനം പറഞ്ഞ് കളിച്ച് ചിരിച്ചിരുന്ന് ഞാൻ ആ ഒരു സ്കൂൾ കാലമാണ് ഓർക്കണത്. ദേ, ആ ഒരു ഫീലാണ് എനിക്കിപ്പോ കിട്ടിയത്. അത് അച്ചമ്മ വന്നോണ്ടല്ലേ കിട്ടിയത്. എനിക്ക് ഏതായാലും ഇതങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയോട് അച്ചമ്മ പറഞ്ഞു, കണ്ടില്ലേ, കേക്കടി കേക്കടി, പറയുന്ന കേക്ക്. എടി, ഇത്രവും പോലും വിവരമില്ലല്ലോടി ചന്ദ്രൻ നിനക്ക്. എന്ത് ചെയ്യാനാ, വിവരവും ഇല്ല. വിദ്യാഭ്യാസം കുറെ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? വിവരം വേണം, വിവരം. മോളെ വർഷേ, മോള് കഴിക്ക് എന്ന് പറഞ്ഞ് ഇവര് കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ കഴിച്ചോണ്ട് ഇരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് കേട്ടോ നമ്മുടെ അച്ചമ്മ പറഞ്ഞത്, ഏതായാലും എല്ലാം കൊള്ളാം, പക്ഷെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ വേറെ ഒന്നുമല്ല, എൻ്റെ മോനെ കുറിച്ച് ഓർത്തിട്ടാ. എൻ്റെ മോൻ ഹോസ്പിറ്റലിൽ കയറേണ്ടി വന്നല്ലോ, അവൻ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായല്ലോ, അതോർത്തിട്ട് എനിക്ക് വല്ലാത്ത സങ്കടം തോന്നണമെന്ന് പറഞ്ഞപ്പം അച്ചമ്മേ, അതോർത്തിട്ട് അച്ചമ്മയ്ക്ക് സങ്കടം തോന്നില്ലേ? അതിനെല്ലാം കാരണക്കാരാണല്ലോ ഇപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ വന്ന് ഇരിക്കുന്നത്. അവരിങ്ങോട്ട് കയറ്റിയതേ അബദ്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അത് എന്നെ വർഷേനെയും കുറിച്ചല്ലേ നീ പറഞ്ഞത്? അല്ലെങ്കിലും നീ എന്നല്ല സച്ചേട്ടൻ പറഞ്ഞത്. അല്ലെങ്കിലും എനിക്കറിയാം സച്ചേട്ടൻ എപ്പോഴും എന്നെ വർഷേനെ കുറ്റപ്പെടുത്തുക. എന്തിനാ വെറുതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഞങ്ങളൊരു തെറ്റ് ചെയ്തു പോയി, അതിന് ഞങ്ങൾ മാപ്പ് ചോദിച്ചല്ലോ. അതുമല്ല, ഇഷ്ടമുള്ള ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ച അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഏത് നേരവും ഞങ്ങൾ കാരണമാ. ദേ, ഞങ്ങൾ കാരണം മാത്രമല്ല, സച്ചേട്ടനും അതിന് കാരണക്കാരനായിട്ടുണ്ട്. സച്ചേട്ടൻ കാരണക്കാരനായിട്ടിരുന്ന സച്ചേട്ടന് മനസ്സ് തൊട്ട് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവിടെ ഇരുന്ന് നമ്മുടെ സുധിയും പറഞ്ഞു, ശ്രീകാന്ത് പറഞ്ഞത് ശരിയാ, ഇതിന്റെ പ്രധാന കാരണക്കാരൻ സച്ചി നീ തന്നെയാ. നീയും ഇതിനൊരു കാരണക്കാരനാ. അച്ഛൻ ആശുപത്രിയിലായത് നിന്റെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് രവീന്ദ്രൻ, സുധി നിർത്തുന്നുണ്ടോ? നീ എന്തിനാ ഇങ്ങനെ വെറുതെ ഇങ്ങനെയൊക്കെ കയറി സംസാരിക്കുന്നത്? ഭക്ഷണം കഴിക്കേണ്ട സ്ഥാനത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കണം, അല്ലാതെ ഒച്ചയ്ക്ക് സംസാരിക്കുകയല്ല ചെയ്യേണ്ടത്. അമ്മ ഇവിടെ വന്നിരിക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, അല്ല സച്ചി, നീ എന്തിനാ സച്ചി എല്ലാവരോടും ഇങ്ങനെ വഴക്കുണ്ടാക്കണത്? നിനക്ക് വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ദേ, തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ ഇങ്ങനെ വഴക്കിടുന്ന അത്രയ്ക്ക് ശരിയായ കാര്യമൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വർഷയും അങ്ങ് ചാടി പറഞ്ഞു കേട്ടോ, എന്തിനും ഏതിനും എപ്പോഴും വഴക്കാ അച്ഛമ്മേ. ഞങ്ങൾ എന്ത് പറഞ്ഞാലും എന്ത് തൊട്ടാലും എന്ത് പിടിച്ചാലും അപ്പോഴൊക്കെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടുവരും. അപ്പൊ ശ്രുതിയും പറയാ, അല്ലെങ്കിൽ സച്ചിക്ക് കുറച്ച് കൂടുതലാ. സച്ചി എന്തിനും ഏതിനും തൊടുന്നതിനും പിടിക്കുന്നതിനൊക്കെ വഴക്കാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ രേവതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. രേവതി പറഞ്ഞു, ഹേയ്, അങ്ങനെയൊന്നുമില്ല അച്ഛമ്മേ. സച്ചേട്ടന് ഇഷ്ടപ്പെടാത്ത കാര്യം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചേട്ടൻ പ്രതികരിക്കും, അത് ലാസ്റ്റ് വഴക്കായി പോകും. അതെന്റെ സച്ചേട്ടന്റെ കുറ്റം അല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, ഏതായാലും അതൊക്കെ ഇരിക്കട്ടെ സച്ചി, നിന്റെ കുറച്ച് അധിക പ്രസംഗം കൂടുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. ഏതായാലും ഇനി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, എല്ലാം അങ്ങ് മറക്കണം കേട്ടോ സച്ചി. ദേ, ഇത് നിന്റെ അനിയനാണ്, ഇത് നിന്റെ അനിയത്തിയാണ്, അത് നിന്റെ ചേട്ടനാണ്, അത് നിന്റെ ചേട്ടത്തിയാണ്. ആ ഒരു ചിന്തയാ മോനെ ഇനി നിനക്ക് വേണ്ടത്. ദേ, അല്ലാതെ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കിന്ന് ഞാൻ കേൾക്കരുത്. രേവതി, നീയും ശ്രദ്ധിച്ചോണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് അച്ഛമ്മ പറഞ്ഞു, ദേ, നിങ്ങൾ ഇങ്ങനെ വഴക്കൊന്നും കൂടുകയല്ല ചെയ്യേണ്ടത്. ഈ ഒരു സമയത്തെ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വേറൊരു കാര്യമാ. നിങ്ങൾ മൂന്നും
കൊച്ചുമക്കളും 3 മരുമക്കളും. ഇനിതേ എനിക്ക് പേരക്കുട്ടികളും വേണം. ആ പേരക്കുട്ടികളെ കൊഞ്ചിച്ച് ലാളിച്ച് കളിച്ച് ചിരിച്ചിട്ട് വേണം എനിക്ക് സമാധാനമായിട്ടൊന്ന് കണ്ണടയ്ക്കാൻ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചു പറഞ്ഞു, അച്ഛമ്മ എന്ത് സംസാരം ഈ സംസാരിക്കണത്? എപ്പോഴും ഇത് മാത്രം അച്ഛമ്മയ്ക്ക് പറയാനുള്ളോ? ഒരു കണ്ണടപ്പ് വന്നേക്കുന്നു. അതെ, പേരക്കുട്ടികൾ ഉണ്ടായിട്ട് അവരുടെ മക്കളും ഉണ്ടായിട്ട് അവരുടെ മക്കളും ഉണ്ടായിട്ട് എന്റെ അച്ഛമ്മ ഈ ലോകം വിട്ടു പോകത്തുള്ളൂ. നോക്കിക്കോ, എന്റെ അച്ഛമ്മ ഒരിക്കലും മരിക്കാതെ എത്ര ആയുസ് വരെ വേണമെങ്കിലും എന്റെ അച്ഛമ്മ ജീവിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, ദേ എനിക്ക് ഒത്തിരി അതിമോഹങ്ങളൊന്നും ഇല്ല മോനെ. എനിക്ക് കൂടിപ്പോയാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കൊച്ചുമക്കളെയൊക്കെ കണ്ട് അവരെയൊക്കെ ഒന്ന് കൊഞ്ചിച്ച് കളിച്ചിട്ട് വേണം എനിക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് നമ്മുടെ ഈ ലോകം ഒന്ന് വിട്ടു പോകാന്. അത് മാത്രം മതി എനിക്ക്, വേറൊന്നും എനിക്ക് വേണ്ട. ഏതായാലും ഇനി 3 പേരുടെയും കല്യാണം കഴിഞ്ഞല്ലോ. ഞാനൊരു കാര്യം പറയാം, ഈ പ്രാവശ്യം ദീപാവലിക്ക് നിങ്ങൾ എല്ലാവരും നാട്ടിലേക്ക് വരണം. സമ്മതമാണോ എല്ലാവർക്കും എന്ന് ചോദിച്ചപ്പോ രവീന്ദ്രൻ പറഞ്ഞു, അതിനിപ്പോ എന്താ അമ്മേ, ഞാൻ എല്ലാരെയും കൂട്ടി ദീപാവലിക്ക് അങ്ങോട്ടേക്ക് വരാലോ. ദീപാവലിക്ക് അങ്ങോട്ടൊക്കെ വാ. ദേ അവിടെ ഞാൻ കുറച്ച് സ്ഥലമൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് അറിയാമോ? നിങ്ങൾ ആർക്കാണോ ആദ്യമായിട്ട് കുഞ്ഞുണ്ടാകുന്നത് ആ കുഞ്ഞിനും ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും കൂടെ ആയിരിക്കും ഞാൻ ആ സ്ഥലം കൊടുക്കണത്. ഒരു 10-30 സെന്റോളം വരും. പിന്നെ മൊത്തം വയലൊക്കെയാണേ, നല്ല വിളവൊക്കെ ഉള്ളതാ. ഏതായാലും ആദ്യം ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരില ഞാൻ അത് എഴുതി വെക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ സുധിയൊക്കെ ഞെട്ടിപ്പോയിട്ടോ. സുധി, എന്റെ ദൈവമേ, ആദ്യം കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ സുധിക്ക് ആ ഒരു മുതൽ കിട്ടൂല. പൈസ 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 എന്നുള്ള ആർത്തി നമ്മുടെ സുധിക്കാണല്ലോ ഉള്ളത്. പെട്ടെന്ന് ചന്ദ്രയ്ക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നുക, സച്ചി എങ്ങാനും നേരത്തെ പ്രസവിച്ചു കഴിഞ്ഞാൽ തീർന്ന്, എന്റെ മക്കൾക്ക് അത് കിട്ടാൻ പോകുന്നില്ല. സച്ചി നമ്മുടെ ചന്ദ്രയുടെ മോനല്ലല്ലോ. ആ രീതിയിലാണല്ലോ ചന്ദ്രയുടെ സംസാരം. അങ്ങനെ നമ്മുടെ അച്ഛമ്മ പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛമ്മ പറഞ്ഞു, പിന്നെ ഏതായാലും ദീപാവലി എന്നിങ്ങനെ ദീപാവലി അല്ല കേട്ടോ, സോറി, മാറിപ്പോയി. ഇന്നലെ പറഞ്ഞപ്പോഴും മാറിപ്പോയി. പൊങ്കലാണ് കേട്ടോ. ഏതായാലും പൊങ്കല് എന്ന് പറഞ്ഞപ്പോ, അയ്യോ പൊങ്കലിന് ഇനി 1 മാസം കൂടിയല്ലേ ഉള്ളൂ. ഈ 1 മാസം കൊണ്ട് കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റുമോ? അച്ഛമ്മ എന്താ ഈ പറയുന്നത്? അയ്യോ എടാ, തോക്കി കയറി വെടിവെക്കാതെടാ. കുഞ്ഞിനെ പ്രസവിക്കുന്ന കാര്യം അതിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. പൊങ്കലിന് നിങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വരണമെന്ന്. എല്ലാവരും അവിടെ വന്ന് വേണം ഈ പ്രാവശ്യത്തെ പൊങ്കൽ ആഘോഷിക്കാൻ എന്റെ കൂടെ. അതെന്റെ ഒരു ആഗ്രഹമാണ്. ചന്ദ്രേ, നിനക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ അങ്ങോട്ടേക്ക് വരാൻ? അല്ല, നിനക്കാണല്ലോ ബുദ്ധിമുട്ട് അങ്ങോട്ടേക്ക് വരാന്. അയ്യോ അമ്മേ, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ഇവക്ക് എന്ത് ബുദ്ധിമുട്ട്? ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് പറഞ്ഞു. അല്ല പിന്നെ ആർക്കാ ബുദ്ധിമുട്ട്? ഇനിയിപ്പം ശ്രുതിക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? കടയൊക്കെ അടച്ചിട്ടിട്ട് വരേണ്ട ഒരു അവസ്ഥ വരുമ്പം അത് പ്രശ്നമാണോ? ഇല്ല അച്ഛമ്മേ, അതെനിക്കും പ്രശ്നമൊന്നുമില്ല. ഞാന് കട അടച്ചിട്ടെന്നോർത്ത് പ്രശ്നമില്ലല്ലോ, ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വന്നോളാം. അപ്പോഴാണ് സുധിയോട് ചോദിക്കുന്നത്, സുധി നിനക്കോ? അപ്പം ചന്ദ്ര പറഞ്ഞു, അവനെന്ത് പ്രശ്നം, അവനിപ്പം ജോലി ഉള്ളതും ഇല്ലാത്തതും എന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത്. അത് പിന്നെ അവന് പൊങ്കലിന്റെ അന്ന് അവധി ആയിരിക്കുമല്ലോ. അപ്പം അതെ അതെ, എനിക്ക് പൊങ്കലിന്റെ അന്ന് അവധിയാ, എനിക്ക് 3 ദിവസത്തെ അവധിയുണ്ട് എന്നിങ്ങനെ പെട്ടെന്ന് തപ്പി പറഞ്ഞു കേട്ടോ. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് പ്രശ്നമില്ല. പിന്നെ രേവതിയുടെ സച്ചിയുടെ കാര്യം പറയേണ്ട ഇതില്ലല്ലോ, അവർ രണ്ടുപേരും വരുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ വർഷയും ശ്രീകാന്തും, നിങ്ങൾക്ക് 2 പേർക്കും പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഒരു പ്രശ്നമില്ലമ്മേ, ഞങ്ങൾ 2 പേര് വന്നേക്കാം. ഞങ്ങള് ഈ പ്രാവശ്യം പൊങ്കല് അവിടെ തന്നെയായിരിക്കും ആഘോഷിക്കുക. അല്ല വർഷ മോളെ, നീ ഈ പൊങ്കലൊക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ പൊങ്കലൊന്നും കണ്ടിട്ടില്ല. പിന്നെ ശ്രുതി കണ്ടു കാണത്തില്ലല്ലോ, നീ അങ്ങ് മലേഷ്യയിൽ ജനിച്ചു വളർന്നൊക്കെ അല്ലേ. ഏതായാലും എല്ലാവർക്കും കാണാനും ആഘോഷിക്കാനൊക്കെ പറ്റിയ ഒരു അവസരമാണ് ഈ പ്രാവശ്യത്തെ പൊങ്കൽ നമുക്ക് അടിച്ചങ്ങോട്ട് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും അതിന് സമ്മതിക്കുവാണ് കേട്ടോ. എന്നിട്ട് അച്ഛമ്മ പറഞ്ഞു, ഏതായാലും ഇങ്ങനെ ഒരു ദിവസം എല്ലാവരെയും കാണാനും എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് ആഹാരമൊക്കെ കഴിക്കാൻ പറ്റിയല്ലോ. ഇനി ഏതായാലും ഞാൻ പോയി കിടക്കട്ടെ, രാവിലെ തന്നെ എനിക്ക് പോകണം. അപ്പൊ സച്ചു പറഞ്ഞു, അച്ഛമ്മ എന്തിനാ രാവിലെ പോകുന്നത്? നമുക്ക് രാവിലെ പോകണ്ട, നമുക്ക് പൊങ്കലിന് ഒരുമിച്ച് പോയാൽ പോരെ? അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ വർഷയും പറയാണ്, അച്ഛമ്മ പോകണ്ട അച്ഛമ്മ ഇവിടെ നിൽക്ക്. അത് ശരിയാവില്ല മോളെ, എനിക്ക് പോകണം, എനിക്ക് പോയേ പറ്റൂ. ഞാൻ എടുത്തു ചാടി പെട്ടെന്ന് പോകുന്നതാ, അറിയാലോ. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനിങ്ങ് പോന്നു എന്റെ മോന്റെ വിവരം അറിഞ്ഞപ്പം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. ഏതായാലും എനിക്ക് പോയേ പറ്റൂ. നിങ്ങൾ അങ്ങോട്ടേക്ക് വരൂല്ലോ പൊങ്കലിന്, അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് അടിച്ചങ്ങോട്ട് പൊളിക്കാം എന്നൊക്കെ പറയാണ്. ഏതായാലും നേരം പരപരാ വെളുത്തപ്പം നമ്മുടെ അച്ഛമ്മ പോകാനായിട്ട് റെഡി ആയിട്ടോ. അങ്ങനെ അച്ഛമ്മ പോകാനായിട്ട് റെഡി ആയപ്പോ സച്ചി പറയാണ്, അച്ഛമ്മേ തന്നെ പോണ്ട, ഞാൻ അച്ഛമ്മേനെ കൊണ്ടുവിടാം. നീ കൊണ്ടുവിടുവൊന്നും വേണ്ട, ഞാൻ തന്നെയാ ഇങ്ങോട്ട് വന്നതെങ്കിലേ എനിക്ക് തന്നെ പോകാനും അറിയാം. നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. എന്താ അച്ഛമ്മ ഇത്? അച്ഛമ്മ തന്നെ ഇങ്ങോട്ട് വന്നു, ഞാൻ അങ്ങോട്ട് കൊണ്ടുവിട്ടെന്നോർത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ പൊന്ന് സച്ചി, നീ ഇപ്പൊ വേറെ വല്ല ഓട്ടവും പോകാൻ നോക്ക്. നിനക്ക് കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതിന്റെ ഇടയ്ക്ക് നീ എന്നെ കൊണ്ടുവിട്ടിട്ട്
എന്തിനാ വെറുതെ വണ്ടിയിലെ ഡീസലും അതുപോലെ തന്നെ ഒരു ഓട്ടോ ഒക്കെ കളയണത്? അതിന്റെ കാര്യമില്ല. ഇതേ ഞാനിപ്പൊ ബസ്സിന് കയറി അങ്ങ് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും അവിടെ എത്തും, അതൊക്കെ മതി, അല്ലാതെ നീ കൊണ്ടുവിടുവൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയും രവീന്ദ്രനൊക്കെ ഇറങ്ങി വന്നു കേട്ടോ. അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഏയ് വേണ്ട അച്ഛൻ, അമ്മ പോകണ്ടായിരുന്നു, അമ്മ നമുക്ക് എല്ലാവർക്കും പൊങ്കലിന് അങ്ങ് പോയാൽ പോരെ, എന്തിനാ വെറുതെ ഇനിയിപ്പം ബസ്സിലൊക്കെ കയറി പോകുന്നത്, പൊങ്കലിന് ഇനി ഒത്തിരി നാളൊന്നും ഇല്ലല്ലോ, അത്രയും ദിവസം ഇവിടെ നിൽക്കത്തില്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്കും വർഷയും വന്നിട്ട് വർഷയും പറയാണ്, അച്ഛമ്മ വന്നതും എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ, അച്ഛമ്മ പോണ്ട അച്ഛമ്മ ഇവിടെ നിൽക്കുന്ന രസം എന്ന് എനിക്ക് തോന്നുക, സത്യമായിട്ടുവേ ഈ അച്ഛമ്മയൊന്നും എനിക്കില്ല, അച്ഛമ്മേനെയോ അതുപോലെ മുത്തശ്ശീനെയോ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ലെന്ന് അച്ഛമ്മയോട് പറഞ്ഞിട്ടില്ലേ, ഏതായാലും എനിക്ക് അച്ഛമ്മേനെ ഒരുപാട് ഇഷ്ടമായി, ഈ അച്ഛമ്മേനെ എനിക്ക് സ്വന്തമായിട്ട് എടുക്കാൻ തോന്നുക, അച്ഛമ്മേ പോകണ്ട അച്ഛമ്മേ ഇവിടെ നിൽക്കുക അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ പറയാണ്, മോളെ ദേ മോക്ക് ഇഷ്ടമുള്ളപ്പോ അങ്ങോട്ടേക്ക് വരാം, മോള് വിചാരിക്കുന്ന പോലെയല്ല അവിടെ എനിക്ക് എന്തൊക്കെ പണിയുണ്ടെന്ന് അറിയാമോ, പാടത്ത് കൊയ്യാനുണ്ട്, വിത്തിറക്കാനുണ്ട്, അതുപോലെ ഒരുപാട് കൃഷിയുടെ വിളവുകൾ എടുക്കാനുണ്ട്. എന്റെ കണ്ണ് ഇല്ലെങ്കിലേ അവിടെ കാര്യങ്ങളൊന്നും നടക്കില്ല, എന്റെ നോട്ടം എത്തിയില്ലെങ്കിൽ എല്ലാം തകിടം മറിയും, ജോലിക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ, നമ്മളെല്ലാത്തിനും കറക്റ്റായിട്ട് നിന്നില്ലെങ്കിലേ എല്ലാം കുളമായി പോകും, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ എന്നിങ്ങനെ പറയാം. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ശ്രുതിയോട്, ഒന്ന് പോയാൽ മതിയായിരുന്നു, സമാധാനമില്ല മനുഷ്യന്, ഞാനിപ്പം വർഷയുടെ ശ്രുതിയുടെ ഒക്കെ മുമ്പിൽ നാണം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാ, എന്തെങ്കിലും പറയാൻ പറ്റുമോ, മിണ്ടാൻ പറ്റുമോ, കെട്ടിയോന്റെ തള്ളയായി പോയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, എന്താ അമ്മ ഇത്, അച്ഛമ്മ ഇവിടെ നിന്നെന്ന് ഓർത്തോണ്ട് എന്താ ഇത്ര പ്രശ്നം ഇരിക്കുന്നത്, നിനക്കൊരു പ്രശ്നമില്ല, എനിക്കല്ലേ പ്രശ്നം, ഞാനല്ലേ അനുഭവിക്കേണ്ടത്, പിന്നെ അടുക്കളയിൽ കയറേണ്ടി വരും, അച്ഛമ്മയുടെ ജോലി ചെയ്തു കൊടുക്കേണ്ടി വരും, എനിക്കൊന്നും പറ്റത്തില്ല, പോവാണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനിടയിൽ അച്ഛമ്മ പോവുക എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ടേ മനസ്സില്ലാ മനസ്സോടെ, അതെ അമ്മ വേണമെങ്കിൽ അമ്മ ഇവിടെ നിന്നോ, പോണ്ട, നമുക്ക് പൊങ്കലിന് ഒരുമിച്ച് പോയാൽ പോരെ എന്നിങ്ങനെ മനസ്സില്ലാ മനസ്സോടെ പറയുമ്പോ തന്നെ നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട്, എടി ചന്ദ്രേ നീ കൂടുതൽ അഭിനയിക്കല്ലേ, അവളുടെ മനസ്സിലിപ്പം ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നാ, എന്നിട്ട് അവള് പറയുന്ന കേട്ടില്ലേ, ഇത് അഭിനയം തന്നെ. അപ്പൊ വർഷ വീണ്ടും പറഞ്ഞു, അച്ഛമ്മേ ഞങ്ങൾ അഭിനയിക്കുന്നതല്ലോ, അച്ഛമ്മ പോകണ്ട അച്ഛമ്മ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, അതെ അമ്മയ്ക്ക് അവിടെ ചെന്നിട്ട് ഒത്തിരി ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മോളെ, അപ്പൊ പിന്നെ അമ്മ പോകുന്നത് തന്നെയല്ലേ നല്ലതെന്ന്. അപ്പോഴാണ് സച്ചി പറഞ്ഞത്, മനസ്സിലിരിപ്പ് കണ്ടോ, ഇപ്പൊ പോകണ്ട എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് വീണ്ടും പറഞ്ഞേക്കുക പൊക്കോളാന്, ഇപ്പൊ മനസ്സിലിരിപ്പ് കണ്ടോ, മനസ്സിലുള്ളത് വെളി ചാടിയത് കണ്ടോ എന്നിങ്ങനെ സച്ചി ചോദിക്കാനുണ്ട്. അപ്പൊ സച്ചിയോട് നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, പിന്നെ നീ പറഞ്ഞിട്ട് വേണ്ടേ അത് ഞാൻ അറിയാനേ, ഇവിടെ ഞാൻ എത്ര കൊല്ലം മുമ്പ് കാണാൻ തുടങ്ങിയതാ, അറിയാലോ എനിക്ക് ഇവളുടെ സ്വഭാവം. ഏതായാലും അതൊക്കെ ഇരിക്കട്ടെ, അല്ല എന്റെ രേവതി മോൾ എന്തിയെ, എന്റെ രേവതി മോളെ കണ്ടില്ലല്ലോ, രേവതി എന്ന് വിളിച്ചപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, രേവതി അകത്തുണ്ട്, റൂമിലുണ്ട്. ആണോ, എങ്കിൽ പിന്നെ എനിക്ക് അവളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്, അവളോട് എനിക്കൊരു കാര്യം ചോദിക്കണം, ഞാൻ ആ കാര്യം ഒന്ന് പോയി ചോദിക്കട്ടെ, വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന. എന്നിട്ട് അച്ഛമ്മ നേരെ റൂമിനകത്തേക്ക് കയറി പോയപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ സ്തുതിയോട് പറഞ്ഞു, അല്ല ഇപ്പൊ അച്ഛമ്മ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തോ ഉണ്ടല്ലോ, അവളോട് മാത്രമായിട്ട് സംസാരിക്കേണ്ട കാര്യം എന്താ, ഇനി അവക്ക് എന്തെങ്കിലും കൊടുക്കാനായിരിക്കുവോ, അയ്യോ ഇനി ആ സ്ഥലം എഴുതി അവക്ക് കൊടുക്കുവോ. അപ്പൊ സുധി, അങ്ങനെ കൊടുക്കുവോ, ഇല്ലമ്മേ, അങ്ങനെ ചിലപ്പം ചെയ്യും, അവളെല്ലാവരെയും വശീകരിച്ച് വലയിലാക്കണതാ, ഇനിയിപ്പം വശീകരിക്കാനൊന്നുമില്ല, അച്ഛമ്മ അവളോട് അടുത്ത് ചേർന്ന് ഒട്ടി നിൽക്കുവല്ലേ, അടയും ചക്കരയും പോലെയല്ലേ, അയ്യോ ആ പൈസയും ആ സ്ഥലവും ഒക്കെ പോവുമോ മോനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പേടിച്ചു പറിച്ച് നിൽക്കാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് അച്ഛമ്മ ചെന്നു കേട്ടോ. അച്ഛമ്മ എന്നിട്ട്, അതെ മോളെ രേവതി ഞാൻ പോകാൻ ഇറങ്ങാണ് കേട്ടോ, അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെ ഏത് നേരവും പണി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്, നിന്റെ ശരീരം നീയാ സൂക്ഷിക്കേണ്ടത്, പിന്നെ ആ ചന്ദ്ര എന്തെങ്കിലും പറയുവാണെങ്കിൽ അപ്പൊ തന്നെ ചുട്ട മറുപടിയും കൊടുത്തോണം. അല്ല ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്നതാണല്ലോ മോളുടെ കഴുത്തി കിടന്ന മാല എന്തിയേ, മാല കാണുന്നില്ലല്ലോ, അല്ല ഈ താലി വെറും ചരടിൽ കൊരുത്തിയിട്ടേക്കുന്നത്, അത് പിന്നെ അച്ഛമ്മേ ഞാന് സത്യം പറ എന്താ പറ്റിയത്, അവൻ കൊണ്ടുപോയി ചിലപ്പം പണയം വെച്ച് കാണും അല്ലെ, അല്ലെങ്കിലും അവൻ അങ്ങനെയാ, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കൊണ്ട് പണയം വെക്കലുള്ളതാ അവൻ ആ സൂക്കേട്, എന്താ പറ്റി, എന്തിനാ അവൻ കൊണ്ട് പണയം വെച്ചത്, പിന്നെ അനാവശ്യമായിട്ട് അവൻ കൊണ്ട് പണയം വെക്കത്തില്ല, അല്ല ഇനിയിപ്പം രവീന്ദ്രൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ വല്ലോ മോളുടെ താലി കൊണ്ട് പണയം വെച്ചോ, അതല്ല അച്ഛമ്മേ, പിന്നെ എന്താ, അത് പിന്നെ അച്ഛമ്മ ആരോടും പറയരുത്, ഇല്ല ഞാൻ പറയില്ല, എന്താണെന്ന് വെച്ചാൽ നീ പറ, എന്തു പറ്റി, എന്താ പറ്റിയത്, അത് പിന്നെ എന്റെ മാല അത് അമ്മ മേടിച്ചു വെച്ചേക്കുക,
ആര് ചന്ദ്രമതിയോ? അതെന്തിനാ നിന്റെ മാല മേടിച്ചു വെച്ചിരിക്കുന്നത്? അപ്പോഴത്തേക്കും നടന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ രേവതി വിവരിച്ചങ്ങോട്ട് കൊടുക്കാൻ കേട്ടോ. ഇത് കേട്ടതും പെരുത്തങ്ങോട്ട് കേറിയില്ലേ അച്ചമ്മയുടെ പേര് വിരളീന്ന്. ഓഹോ, കൊള്ളാലോ അവള് ഭയങ്കരിയാണെന്ന്, ഇത്ര ഭയങ്കരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. മോള് മാല വരെ ഊരി മേടിച്ച് അവളെ ഞാനിന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് പോകാൻ തുടങ്ങിയതും, അച്ചമ്മേ പ്ലീസ് അച്ചമ്മേ, അച്ചമ്മ പോയി ചോദിക്കോ പറയോ ഒന്നും ചെയ്യരുത് അച്ചമ്മയുടെ കാല് ഞാൻ പിടിക്കാം. ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇതിന് വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടിരിക്കുക, ഞാൻ തന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ടിരിക്കുക. അതുകൊണ്ട് അച്ചമ്മേ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞതാ. എൻ്റെ അച്ഛനെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ഊരി കൊടുത്തത്. പ്ലീസ് അച്ചമ്മേ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പോൾ, ഓഹോ പ്രശ്നം ഉണ്ടാക്കരുതെന്നോ? എടി അവൾ എന്ത് ചെറ്റത്തരം അടി കാണിച്ചത്? ഇതുപോലെ വൃത്തികേട് കാണിച്ചിട്ട് വേണ്ട ചോദിക്കണ്ട അച്ചമ്മേ, എന്നെ ഓർത്തിട്ട് ചോദിക്കരുതെന്ന് പറയുമ്പോൾ, എങ്കിൽ പിന്നെ അവനോട് ചോദിച്ചിട്ടുള്ളൂ, സച്ചിയോട്. എടാ സച്ചി ഇവിടെ വന്നേടാന്ന് പറഞ്ഞു. അപ്പൊ സച്ചി വെളിയിൽ നിന്നിട്ട് ഞാൻ ഇപ്പൊ വരാ അച്ചമ്മേ എന്ന് പറഞ്ഞു ഓടുവാണ് കേട്ടോ. അപ്പം ചന്ദ്ര പെട്ടെന്ന് അയ്യോ ഇവനെയും എന്തോ കാര്യം പറയാൻ വിളിക്കുവാണല്ലോ, ഇനി രണ്ടുപേരോടും കൂടെ എന്തെങ്കിലും പറഞ്ഞൊപ്പിക്കാനാണോ? ഇനി പെട്ടെന്ന് അവർക്ക് പിള്ളേരെ ഉണ്ടായിട്ട് അവർക്ക് തന്നെ ആ സ്വത്ത് കൊടുക്കാനായിരിക്കുമോ? എനിക്കറിയില്ലല്ലോ എൻ്റെ മഹാദേവ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ നമ്മുടെ ചന്ദ്രയ്ക്ക് പേടി. ഇനി സ്വത്തും പണവും എല്ലാം കൂടെ രേവതി കൊണ്ടുപോയാലോ എന്നോർത്തിട്ട്. അപ്പൊ തന്നെ സച്ചി കയറി ചെന്നോണ്ട് ചോദിച്ചു, എടാ എന്താടാ ഞാൻ ഈ കാണുന്നത്? ഇവളുടെ കഴുത്തി കിടക്കുന്ന മാല എന്തിയടാ? ആ മാല നിന്റെ അമ്മ മേടിച്ചോണ്ട് പോയിട്ട് നിനക്ക് നാണം ഉണ്ടോടാ? നിനക്ക് ഒരു മാല ഈ കൊച്ചിന്റെ കഴുത്തിൽ മേടിച്ചിട്ട് കൊടുക്കത്തില്ലേ? അവളുടെ കഴുത്ത് കിടക്കുന്ന കണ്ടില്ലേ, താലിയില് ചരട് കോർത്തിട്ടോണ്ട് നടക്കുന്നു. എന്തുവാടാ ഇത്? നിനക്ക് എന്താടാ? നീ എന്താടാ ഇങ്ങനെയായി പോയത്? നിന്റെ ഭാര്യയല്ലേ ഇത്? അത് പിന്നെ അച്ഛമ്മേ ഞാൻ എന്ത് ചെയ്യാനാ? വാശിക്ക് അവൾ ഊരി കൊടുത്തു, പിന്നെ വാശിക്ക് അവളുടെ അച്ഛനെ പറയുമ്പോ അതെല്ലാം കേട്ടോണ്ട് നിൽക്കണം അവള്. നീ ഉണ്ടായിട്ടും ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലേ, നീ ഇല്ലാത്ത സമയത്ത് ഈ പെങ്കൊച്ചിനെ എന്തൊക്കെ പറയുന്നുണ്ടായിരിക്കും? നീ എന്താ അതൊന്നും ചിന്തിക്കാത്തത്? അല്ല നിനക്ക് ഒരു കോള് ചെയ്താൽ പോരെ? എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പൈസ തന്നേനല്ലോ ഇവളുടെ കഴുത്തിൽ ഒരു മാല മേടിച്ചിട്ട് കൊടുക്കാന്. അത് പിന്നെ അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, വേണ്ട അച്ചമ്മേ അങ്ങനെ വേണ്ട. ഞാന് സച്ചിയേട്ടൻ എന്നെനിക്ക് മാല മേടിച്ചു തരുന്നു അന്നേ ഞാൻ ഈ താലി ആ മാലയിൽ ഇടത്തുള്ളൂ. സച്ചിയേട്ടൻ അധ്വാനിച്ച പൈസയും കൊണ്ട് എന്നാണോ എനിക്ക് മാല മേടിച്ചു തരുന്നത്? കേട്ടില്ലേ പറയുന്നത്? അല്ല പൊന്നാര കൊച്ചുമോള് പറയുന്നത് കേട്ടോ? ഇതാണ് ശബദം. പല ശബദങ്ങളും കേട്ടിട്ടില്ലേ? അതിലൊരു ശബദം, രേവതിയുടെ ശബദം. സ്വന്തം ഭർത്താവിന്റെ പൈസയും കൊണ്ട് മാത്രമേ കെട്ടുതാലിയിൽ മാല മേടിച്ചെടുത്തുള്ളെന്ന്. ഞാൻ എന്ത് ചെയ്യാനാ ഇതുപോലുള്ള ശബദം എടുത്തു കഴിഞ്ഞാല്? എനിക്ക് ഓട്ടോ ഓടാതെ വല്ല പൈസയും കിട്ടുവോ? അവിടെ കടം ഇവിടെ കടം എല്ലാം വീട്ടിൽ വരുന്നുണ്ട്. പിന്നെ കുറച്ച് പൈസയൊക്കെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഉടനെ തന്നെ ഞാനൊരു മാല മേടിച്ചു കൊടുത്തോളാം. മര്യാദയ്ക്ക് ഉടനെ പെങ്കൊച്ചിന്റെ കഴുത്തെ മാല മേടിച്ചു കൊടുക്കണം. പൊങ്കലിന് അവിടെ വരുമ്പോ ഈ ഒഴിഞ്ഞ കഴുത്തുമായിട്ട് വന്നാലുണ്ടല്ലോ മര്യാദയ്ക്ക് മാല മേടിച്ചു കൊടുത്തോളെന്ന് പറഞ്ഞേക്കുവാണ് കേട്ടോ. ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. നമുക്കിനിയിപ്പം ഇനി വൈകിട്ട് ജനറൽ പ്രമോയാണ് വരാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് പ്രമോ ഇടുന്നതല്ലായിരിക്കും കേട്ടോ. അപ്പം വൈകിട്ടത്തെ വലിയ പ്രമോ, അതായത് 1 വീക്ക് പ്രമോ, നമുക്ക് 1 വീക്ക് പ്രമോ ഇട്ടാൽ മതിയല്ലോ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് വൈകിട്ട് നമുക്ക് ഇനി അടുത്ത ആഴ്ച വരാൻ പോകുന്ന വിശേഷം ഇടാം. വൈകിട്ടൊരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും വലിയ വിശേഷം, അതായത് നമ്മുടെ 1 വീക്ക് പ്രമോ വിശേഷം ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. പിന്നെ ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയുമായിട്ട് കാണാട്ടോ. കറക്റ്റ് 7:30 നമ്മൾ നയനയുടെയും ആദർശിന്റെയും കഥയുമായിട്ട് വരാട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.